എനിക്ക് ബാംഗ്ലൂർ എച്ച്.എസ്.ആറിനോട് ഒരു പ്രത്യേക ഇഷ്ടാട്ടോ. അപ്പോൾ ഇന്ന് എച്ച്.എസ്.ആർ പോവാന്നോർത്ത് വീട്ടിന്ന് ഇറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹർലൂരുള്ള തലശ്ശേരി റെസ്റ്റോറൻറ്റ് പോയി. അങ്ങനെ അവിടുന്ന് ഒരു സിംഗിൾ പീസ് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ട്ടോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം അതൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് നടക്കാന്നോർത്ത് ഫുഡൊക്കെ കഴിച്ചതല്ലേ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ബാംഗ്ലൂരിലെ വെതർ ഇപ്പം കുറച്ച് സമയം നല്ല വെയിലാണെങ്കിൽ അത് കഴിഞ്ഞ് നല്ല മൂടി കെട്ടിയതായിരിക്കും. എന്നാൽ മഴയൊട്ട് പെയ്യൂല്ല. അങ്ങനെ ഇത് ഞങ്ങൾ പണ്ട് നിന്ന ഒരു റെന്റഡ് ഹോമാണ്. അങ്ങനെ അതിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് നടന്ന് ഇതാണ് റിലയബിൾ ട്രയാങ്കിൾ ലേഔട്ട് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ. രാവിലെ വൈകുന്നേരമൊക്കെ എല്ലാവരും ഇങ്ങനെ നടക്കാനൊക്കെ പോകും. പാർക്കും പിന്നെ ക്രോസ് ക്രോസ് റോഡുകളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെയും പോയി. എനിക്ക് ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഒരു ടീ ഷോപ്പ് കണ്ട്. അന്നേരം എനിക്ക് പിന്നെയും ഇപ്പോഴത്തെ വെതർ കാരണം എനിക്ക് വീണ്ടും ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഞാനൊരു ജിഞ്ചർ ടീ വാങ്ങിച്ചിട്ടുണ്ടായി. അങ്ങനെ ജിഞ്ചർ ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഷോപ്പിങ്ങിന് കയറി. സുഡിയോയിലായിരുന്നു കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അധികം ഷോപ്പ് ചെയ്യാൻ ഇവിടെയാണ് വരലുള്ളത്. ഇത് അത്യാവശ്യം നല്ല വലിയ ഷോറൂം തന്നെയാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ ക്ഷീണം പിടിച്ച് അങ്ങനെ ഞാൻ ലെമൺ ടീ വാങ്ങിച്ചിട്ടുണ്ടായി. അങ്ങനെ അത് കുടിച്ചിട്ട് അടുത്ത ഷോപ്പിങ്ങിന് കയറി. അങ്ങനെ അതും ഒരു 1 ഹവറൊക്കെ കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഡിന്നർ ആക്കണ്ടേ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ 27th തന്നെയുള്ള കഫേ 27ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെയ്പ്പത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് 7 PM അവൈലബിൾ ഉള്ളൂ. ഇപ്പോൾ നീർദോശയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നീർദോശ ആവട്ടെ എന്ന് വെച്ചിട്ട് ചിക്കൻ കറിയും നീർദോശയും വാങ്ങിച്ചിട്ടുണ്ടായി. പക്ഷേ നീർദോശ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന അത്രയൊന്നും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അതിൻ്റെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ഒരു ഈവനിങ് ഒക്കെ ആയപ്പം അങ്ങനെ വീട്ടിൽ പോന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വീക്കെൻഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ.